സനോജ്, എനിക്ക് ഈ കാര്യം കേട്ടപ്പോൾ ക്രിസ്മസ് കരോളിൻ്റെ ഗാനത്തും ക്രിസ്മസ് കരോൾ പാടുന്നതിനിടയ്ക്ക് ഗണഗീതം പാടണമെന്ന് പറഞ്ഞപ്പോൾ ഒരു തമാശയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. നമ്മളൊക്കെ കണ്ട ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ആ സിനിമയ്ക്കകത്ത് അവിടെ ആ അസീസ് നെടുമങ്ങാട് അസീസ് എന്ന് പറയുന്ന നടൻ വന്നിരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇയാൾക്കിവിടെ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു രംഗമാണ് ഓർമ്മ വരുന്നത്. ഇവിടെ നമുക്കറിയാം RSSൻ്റെ ഗണഗീതം ഗവർണർ നടത്തുന്ന പരിപാടികളിൽ കാവിക്കൊടി ഏന്തിയ കാവിക്കൊടി സാരി ചുറ്റിയ വനിതയെ പ്രതിഷ്ഠിക്കുക, അതിനെ ഭാരതാംബയാക്കി മാറ്റുക, ഗണഗീതത്തെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാക്കി മാറ്റുക. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ് ഇപ്പോൾ വന്ദേ ഭാരതത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ സർക്കാരിൻ്റെ നിലപാട്. എന്തുകൊണ്ടാണ് ഈ വന്ദേ ഭാരതത്തോട് ഇത്ര പ്രതിപത്യം നമ്മൾ അന്വേഷിച്ച് വരുമ്പോഴാണ് ആ വന്ദേ ഭാരതത്തിൻ്റെ പിന്നീടുള്ള വരികളിലെ ദോഷം എന്തെന്നാണ് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. അതിൽ ചില ഹിന്ദു ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന തരത്തിലേക്ക് അത് അന്നത്തെ കോൺഗ്രസ് അന്നത്തെ സർക്കാർ ആ വരികൾ ഒഴിവാക്കിയാണ് വന്ദേ മാതരം പിന്നീട് ദേശീയഗീതമാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഗണഗീതം എന്തിന് പൊതുജന മധ്യത്തിലേക്ക് വരുന്നു, പൊതുപരിപാടികൾ പാടേണ്ടി വരുന്നു, എല്ലായിടത്തും കൊണ്ടുവന്ന് സമ്മതി നേടിയെടുക്കുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഗണഗീതം പാടാൻ നിർദ്ദേശം നൽകിയ BMSന്റെ തീരുമാനത്തെക്കുറിച്ച്? ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ്. സംഘപരിവാർ കുറെ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി അജണ്ടകളുണ്ട്. ആ അജണ്ടകളിൽ ചിലതാണ് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർക്ക് രാഷ്ട്രീയമായി ഈ ചില തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്ന വിജയം, പ്രത്യേകിച്ച് മൂന്നാമതും അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞു. ചില സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി അധികാരത്തിൽ വേണ്ടി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഇനിയിപ്പം ഭരണഘടന തിരുത്തി അവരാഗ്രഹിക്കുന്ന രൂപത്തിലേക്കുള്ള രാജ്യത്തിലേക്കാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ജനങ്ങൾ ശക്തമായി പ്രതിരോധിച്ചതുകൊണ്ടാണ് 400 സീറ്റിന്റെ ബലത്തിൽ അവർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയത്. അത് ഒരു അവരെ കൊണ്ട് മാത്രം, പ്രത്യേകിച്ച് BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ട് തൽക്കാലത്തേക്ക് അവർ നേരത്തെ തന്നെ എടുക്കാമെന്ന് വെച്ച പല അജണ്ടകളും പൊതിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ നടന്നത്. അപ്പൊ വളരെ ആസൂത്രിതമായിട്ട് ഇതൊരു ദേശഭക്തി ഗാനമാണ്, ഇത് ചൊല്ലിയാൽ എന്താ കുഴപ്പം എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞ് ഇവർ ചൊല്ലുന്ന ഈ RSSന്റെ ഗണഗീതം എവിടെയാണ് ആലപിക്കുന്നത്? അത് RSSന്റെ ശാഖകളിൽ ആലപിക്കുന്ന ഒരു ഗീതമാണ്. RSSന്റെ ശാഖ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു അനന്തു അജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, ഒരു IT എംപ്ലോയിയാണ്. ആ ചെറുപ്പക്കാരൻ തന്റെ ആത്മഹത്യാ കുറിപ്പായിട്ട് അല്ലെങ്കിൽ ആത്മഹത്യന് മുന്നേ ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോയിൽ കൂടി അദ്ദേഹം പറഞ്ഞത് അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും RSSന്റെ ശാഖയിൽ പോകുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആ നിലയിലേക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ RSSന്റെ ശാഖയിൽ ആകർഷനായി പോയതിന്റെ ദുരന്തമാണ് എനിക്ക് എന്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത് എന്നത് കാര്യം സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ RSSന്റെ ശാഖയിൽ മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുന്നു, അപരമത വിദ്വേഷം പഠിപ്പിക്കുന്നു, അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള ജാതീയത പഠിപ്പിക്കുന്നു, അത് നല്ലതാണ് ഉദ്ഘോഷിക്കുന്നു. ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ നടക്കുന്ന RSS മനുഷ്യനെ വിഭജിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പരിശീലന കേന്ദ്രമാണ് ശാഖ. ആ ശാഖയിൽ ആലപിക്കുന്ന ഗാനം ഈ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ എന്ത് വില കൊടുത്തും ശക്തമായി ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് RSSന്റെ ശാഖയിൽ പാടുന്ന ഗാനം ശാഖയിൽ പാടിയാൽ മതി. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പാടിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ നടപ്പാവില്ല എന്ന് ശക്തമായി പറയാൻ DYFI മുന്നോട്ട് വരികയാണ്. കാരണം ഇത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വളരെ ആലോചിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും തീരുമാനമെടുത്തത്. രാജ്യത്തിന്റെ കൊടിയുടെ നിറം സംബന്ധിച്ച്, രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം സംബന്ധിച്ച്, ഭരണഘടനയിലെ ഓരോ കാര്യങ്ങളും സംബന്ധിച്ച്. ഇപ്പൊ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ദേശീയത സംബന്ധിക്കുന്ന ചിഹ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട ഗീതങ്ങളും ഗാനങ്ങളും എല്ലാം തിരുത്തി ഈ സംഘപരിവാറിന്റെ മതരാഷ്ട്രവാദ സിദ്ധാന്തത്തിന് അനുകൂലമായിട്ടുള്ള ചില ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവർ സൃഷ്ടിച്ചിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ഗണഗീതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് കൊണ്ടുവരണം. ഈ ഭാരതത്തിന്റെ ഈ നമ്മുടെ ദേശീയ പതാകയ്ക്ക് പകരം കാവി നിറത്തിലുള്ള കൊടി വേണം എന്നൊക്കെയുള്ള പുതിയ പുതിയ വാദങ്ങൾ അവർ ഒരു മടിയുമില്ലാതെ മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വളരെ ആസൂത്രിതമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ എല്ലാ വിഭാഗം ആളുകളും തയ്യാറാവേണ്ടതുണ്ട്. ഇത് കക്ഷിരാഷ്ട്രീയ അതീതമായിട്ട് എല്ലാ വിഭാഗം ആളുകളും ചെറുത്ത് പരാജയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ അപകടകരമായ തലത്തിലേക്ക് ഇവർ കടന്നു വരും. അതുകൊണ്ട് ശക്തമായ പ്രതിരോധമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ നാട് ആഗ്രഹിക്കുന്നത്. സനോജ്, ഒരുപക്ഷെ കേരളം നമുക്കറിയാം ഏത് തരത്തിലായാലും ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ കൃത്യമായി നേരിടുന്ന സംസ്ഥാനമാണ് കേരളം. ഇവിടെ അങ്ങനെ ഒരു പുരോഗമന മുഖമുണ്ട്, നവോത്ഥാനത്തിൻ്റെ പാതയിലൂടെ നടന്നു വന്നതാണ് കേരളം. പക്ഷേ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം ഈ
കാവി സാരി ചുറ്റിയ വനിതയെ ഭാരതാംബാക്കി ചിത്രീകരിക്കാൻ നടത്തിയ ശ്രമങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. കേരള സർവകലാശാലയിൽ ഗവർണർ നടത്തിയ പരിപാടിക്കെതിരെ ഉയർന്ന വലിയ ശബ്ദങ്ങൾ നമ്മൾ കേട്ടതുമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരാത്ത സംസ്ഥാനങ്ങളുണ്ട്. അവിടങ്ങളിലേക്ക് അവർ നിർബാധം ഇത്തരം പരിപാടികൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കേണ്ടി വരുന്ന വലിയൊരു പ്രതിഷേധത്തിൻ്റെ രീതി ഇവിടെ ഉയർന്നു വരികയാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല, രാജ്യമാകെ പടരുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് ഇവർ ഓരോ ചലനങ്ങളും കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ദേശീയ തലത്തിൽ തന്നെ വലിയ സമരമുഖങ്ങൾ തുറക്കേണ്ടതുണ്ട്, ഡിവൈഎഫ്ഐക്ക് ഉൾപ്പെടെ. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും ദേശീയ തലത്തിലും ഡിവൈഎഫ്ഐ ഇടപെടും. ഇപ്പം ഇവിടെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ നേരത്തെ അവതരിപ്പിച്ചപ്പോൾ നടന്നപ്പോൾ കോൺഗ്രസ് അതിനെല്ലാം അനുകൂലമായ നിലപാടാണ് പല ഘട്ടങ്ങളിലും സ്വീകരിച്ചത്. നമുക്കറിയാലോ, ഗോവധ നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും എടുത്ത നിലപാടും അതിനു വേണ്ടിയിട്ട് അവർ വാദിച്ച കാര്യമെല്ലാം നമുക്കറിയാം. അത് ഞാൻ കൂടുതൽ ഓർമ്മിപ്പിക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ ഇങ്ങനെയുള്ള നീക്കവുമായിട്ട് ഈ നിലയിൽ കടന്നു വന്നാൽ പൊതു ഇടങ്ങളിൽ, പൊതു ചടങ്ങുകളിൽ, സർക്കാരിന്റെ ചടങ്ങുകളിൽ, അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് RSS മുന്നോട്ട് വന്നാൽ അതിനെ യുവജനങ്ങളെ അണിനിരത്തിയിട്ട് ചെറുത്തു പരാജയപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സരോജ്, ഒരുപക്ഷെ ഇതുമായി കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എവിടെയൊക്കെയാണോ അലംഭാവം കാട്ടിയത് അവിടെയൊക്കെയാണ് RSS കടന്നു കയറിയത്. ഏറ്റവും ഒടുവിലായാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുൻപിൽ നടന്ന സമരം. ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ എംപിമാർ വലിയ തരത്തിലുള്ള പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും നടത്തിയപ്പോൾ ഇവിടെ പോറ്റിയെ കേറ്റി എന്ന പാട്ടുമായി കേരളത്തിലെ UDF എംപിമാർ പാർലമെന്റിന് മുമ്പിൽ നിന്നത്. അതാണ് ഒരു അലംഭാവം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നത് അവർക്ക് വിഷയമേ അല്ല. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത് വിഷയമേ അല്ല. കേവലം സങ്കുചിതമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ വീഴ്ചകളാണ് RSSന് വളമിട്ട് കൊടുക്കുന്നത്. അല്ല, കോൺഗ്രസിനെ ദേശീയ തലത്തിൽ RSSനെ പ്രതിരോധിക്കണം എന്ന് ചിന്തയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കേരളത്തിന്റെ രാജ്യത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾക്കും കോൺഗ്രസിന് ആത്മാർത്ഥമായിട്ട് RSSനെ പ്രതിരോധിക്കണം എന്നൊരു തോന്നലുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. കാരണം കേരളത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. ആരെ തോൽപ്പിക്കാനാണ്? യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കേണ്ടത് RSSന്റെ കോട്ടയിൽ പോയിട്ടാണ്. അപ്പൊ RSSന് സ്വാധീനമില്ലാത്ത, അല്ലെങ്കിൽ RSSനെ ശക്തമായി പ്രതിരോധിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരിടത്ത് വന്നിട്ടാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്നത് എന്നത് തന്നെ അവർക്ക് RSSനോടുള്ള സമീപനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ടല്ലോ. അപ്പൊ പല കാര്യങ്ങളും രാജ്യത്തുടനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് RSSനെ ഈ നിലയിൽ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കെൽപ്പില്ലാതെ വരുന്നു. ഭീഷണിക്ക് മുന്നിൽ അവർ പല ഘട്ടങ്ങളിലും വഴങ്ങിയ അനുഭവം കാണാൻ വേണ്ടി കഴിയുന്നു. ഇന്നിപ്പോ RSSന്റെ BJPയുടെ ഭാഗമായിട്ടുള്ള എംപിമാരുടെയും മുൻ മന്ത്രിമാരുടെയും എല്ലാം കണക്കുകൾ പരിശോധിച്ചാൽ എത്ര ആളാണ്? ഒന്നിക്കൽ EDയെ വിട്ട് ഭീഷണിപ്പെടുത്തും, CBI വിട്ട് ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉന്നയിക്കും. എന്നാൽ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നേക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പൊ ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ കേരളത്തിന്റെ പൊതു ആവശ്യങ്ങൾ ഉയർത്തിയിട്ട് ഒരു പാട്ട് പാടാൻ അവർക്ക് കഴിയുമോ? വയനാട് ദുരന്തം ഉണ്ടായിട്ട് 500 ആളുകൾ മരിച്ചുപോയി. ഇനിയും ശവശരീരം കിട്ടാത്ത അവസ്ഥയുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയിട്ട് ചില്ലിക്കാശ് തരാത്ത സന്ദർഭത്തിൽ പോലും ഒരു 10 വരി പാട്ട് അവിടെ പാടിയിട്ടില്ല. ഇവിടെ ഇപ്പൊ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അത് അട്ടിമറിക്കപ്പെടുന്നു പൂർണ്ണമായിട്ടും. ഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുകയാണ്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടൊരു വികാരം ഉണ്ടാവണ്ടേ കോൺഗ്രസിന്? അങ്ങനെ ഒരു വികാരമില്ല. അവിടെ മുദ്രാവാക്യമില്ല. കോടാനുകോടി രൂപ കേരളത്തിന് അർഹമായിട്ടുള്ള പണമുണ്ട്, അത് കിട്ടുന്നില്ല. അത് കിട്ടാത്ത സന്ദർഭത്തിൽ അവിടെ മുദ്രാവാക്യമില്ല. ഇവിടെ RSSുമായിട്ട് യുദ്ധം ചെയ്യാൻ, RSSനെ തന്നെ പ്രതിരോധിക്കാൻ, RSSനെ എതിർക്കാൻ അവർക്ക് മനസ്സുണ്ടാവുന്നില്ല. മറിച്ച് പിണറായി വിജയനാണ് അവരുടെ ശത്രു. മറിച്ച് കേരളത്തിലെ CPM, കേരളത്തിലെ ഇടതുപക്ഷം അവരുടെ ശത്രുവായി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭരണം എങ്ങനെയും അവസാനിപ്പിച്ചിട്ട് തങ്ങൾക്ക് പറ്റുന്ന കുറച്ച് ആളുകൾ ആ കസേരയിൽ ഇരുന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന ധ്വനിയാണ് അവരുടെ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളിൽ കക്ഷിരാഷ്ട്രീയ അതീതമായിട്ട് ശക്തമായി അവരുടെ മനസ്സിൽ അവർക്കെതിരായ വികാരം രൂപപ്പെടുത്തുന്നുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. എന്നിട്ട് ആളുകൾ കാണുകയല്ലേ ഈ ശബരിമല വിഷയമാണോ അവിടെ ഈ കോൺഗ്രസിന്റെ MPമാർ? ഇത് നാട്ടിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ മറ്റോ ഏതെങ്കിലും പ്രാദേശികമായിട്ട് ആളുകൾ പറയുന്ന പോലെ അല്ലോ. ഇത് വളരെ ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്തിനെ കോൺഗ്രസ് നയിക്കുന്ന ആളുകളല്ലേ അവിടെ പോയിട്ട് പാട്ട് പാടുന്നത്. എത്രമാത്രം അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വാസത്തെ കൂട്ടുപിടിച്ചല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശബരിമല വിഷയം അല്ലാതെ മറ്റെന്താ അവർക്ക് രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കാനുള്ളത്? എന്തെങ്കിലും കാര്യം ഉണ്ടായോ? വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ചർച്ച ചെയ്യാൻ പറ്റിയോ? അപ്പൊ വികസനം ചർച്ച ചെയ്യാൻ ധൈര്യമില്ല. നേരായ വർഗീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ സമയമില്ല. കേന്ദ്രത്തിന്റെ അവഗണന അവർക്ക് പ്രശ്നമല്ല. ഇതുപോലെയുള്ള വർഗീയ വിഭജനത്തിനാവശ്യമായിട്ടുള്ള
ദേശീയ ചിഹ്നങ്ങളെയും ഗീതങ്ങളെയും മാറ്റുന്നത് അവർക്ക് പ്രശ്നമല്ല. ചരിത്രപരമായ മേഖലയിൽ ഇടപെടുന്നവർക്ക് പ്രശ്നമല്ല. അവർക്ക് ആകെ പ്രശ്നം കേരളത്തിലെ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ ഏത് RSSുമായിട്ടും കൂട്ടുകൂടും, ഏത് RSSുമായിട്ടും സന്ധിയാവാം എന്ന നിലപാടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ അധപ്പതനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.